ഈ പഴയ ചൈനീസ് ജപ്പാൻ കാലഘട്ടത്തിൽ നടക്കുന്ന അവരുടെ പൊളിറ്റിക്സും അവരുടെ കൾച്ചറും നമ്മൾ പല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ ഒപ്പം കുറച്ച് മിസ്റ്ററിയും കുറച്ച് കോമഡിയും ചേർന്നാൽ എങ്ങനെയുണ്ടാവും? ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഒരു അപ്പോത്തിരിയുടെ മോളായി ജീവിച്ചിരുന്ന മോമോ പിന്നീട് തട്ടിക്കൊണ്ടു പോവുകയും അവിടുത്തെ ഇമ്പീരിയൽ കോർട്ടിലേക്ക് വിളിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവിടെ ജീവിക്കാൻ മോമോ നടത്തുന്ന കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ നമുക്ക് കാണിച്ചു തരുന്നു. ഇതാണ് കഥയുടെ മെയിൻ പ്ലോട്ട്. എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ അപ്പോത്തിക്കരി എന്നൊക്കെ പറഞ്ഞാൽ പഴയ കാലത്ത് ഡ്രഗ്സോ മെഡിസിൻസോ വിൽക്കുന്ന ഒരാളെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അപ്പോത്തിക്കരിയുടെ മോളായ മോമോയ്ക്ക് എങ്ങനെ കളിച്ചാലും എഴുതാനോ വായിക്കാനോ അല്ലെങ്കിൽ ഇച്ചിരി മെഡിസിൻസോ കുറിച്ചെങ്കിലും അറിയാൻ പറ്റും. അപ്പോൾ ഈ പഴയ കാലത്ത് വുമൻസിനോ അല്ലെങ്കിൽ മെൻസിനോ ഒന്നും എഴുതാനോ വായിക്കാനോ ഒന്നും പഠിപ്പിക്കാൻ പാടില്ല. ഇത് മറച്ചു വെച്ചുകൊണ്ട് മോമോ എങ്ങനെ ഈ ഇമ്പീരിയൽ കോളിൽ ജീവിക്കുന്നു എന്ന് ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് കാണിച്ചു തരുന്നു. ഇതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് സീസൺ ഇപ്പോൾ ഓൺഗോയിങ് ആണ്. നിങ്ങൾ ആക്ഷൻ ഫാൻറ്റസി പോലത്തെ ആനിമകൾ കണ്ടുമടുത്തെങ്കിൽ ഒരു വെറൈറ്റി മോഡിൽ പോകുന്ന ഈ ആനിമി കണ്ടു നോക്കൂ.